ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രേസി PSC ലേണേഴ്സ്. ഈ വീഡിയോയിൽ പറയുന്നത് റാങ്കിങ് അഥവാ സ്ഥാനനിർണ്ണയം എന്ന സെക്ഷനിലെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് സാധാരണയായി ചോദിച്ചു കാണാറുള്ള മെൻ്റൽ എബിലിറ്റി എന്ന ഭാഗത്ത് ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ വീണ മുകളിൽ നിന്നും 11ാമത് ആയാൽ താഴെ നിന്നും ആ കുട്ടിയുടെ റാങ്ക് എത്രാമതാണ്? ഇതിൽ ആദ്യം തന്നിട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആകെ കുട്ടികൾ 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ, അതായത് ആകെ കുട്ടികൾ 50. വീണയുടെ റാങ്ക് തന്നിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള റാങ്ക് 11ാമത് എങ്കിൽ താഴെ നിന്നുള്ള റാങ്ക് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് ഒരു ഫോർമുലയുണ്ട്. ആദ്യം ആ ഫോർമുല ബൈഹാർട്ടായി പഠിക്കുക. ഏതെങ്കിലും ഒരു വശത്തു നിന്നുള്ള അംഗത്തിൻ്റെ സ്ഥാനം കാണാൻ പറഞ്ഞാൽ ആകെ അംഗങ്ങളുടെ എണ്ണം മൈനസ് അംഗത്തിൻ്റെ മറുവശത്തു നിന്നുള്ള സ്ഥാനം പ്ലസ് 1. ഇതാണ് ഫോർമുല. അതായത് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് താഴെ നിന്നും ഉള്ള റാങ്കാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകെ അംഗങ്ങളുടെ എണ്ണം നമ്മൾക്കറിയാം എത്രയാണെന്ന്. ആകെ കുട്ടികൾ 50. ആകെ അംഗങ്ങളുടെ എണ്ണം 50 എന്ന് നമ്മൾക്കറിയാം. മൈനസ് മറുവശത്തു നിന്നുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളോട് താഴെ നിന്നുമുള്ള സ്ഥാനമാണ് കാണാൻ പറഞ്ഞത്. മുകളിൽ നിന്നുമുള്ള സ്ഥാനം നമ്മൾക്ക് തന്നിട്ടുണ്ട് 11 പ്ലസ് 1. ഇതാണ് ഫോർമുല. വളരെ എളുപ്പത്തിൽ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. താഴെ നിന്നുള്ള റാങ്ക് എന്ന് പറഞ്ഞാൽ 50, ആകെ അംഗങ്ങളുടെ എണ്ണം ആയ 50 മൈനസ് 11 പ്ലസ് 1. 50 മൈനസ് 11 എന്ന് പറയുമ്പോൾ 39 പ്ലസ് 1, ആൻസർ 40 എന്ന് കിട്ടും. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആകെ കുട്ടികൾ, അതുപോലെ ഏതെങ്കിലും ഒരു റാങ്ക്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നോക്കാം. ഒരു വരിയിൽ പ്രകാശിൻ്റെ റാങ്ക് മുകളിൽ നിന്നും 10ാമതും താഴെ നിന്നും 20ാമതുമാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര കുട്ടികളുണ്ട്? മുകളിൽ നിന്നുള്ള റാങ്ക് 10ാമതും താഴെ നിന്നുള്ള റാങ്ക് 20ാമതും. ആകെ കുട്ടികളുടെ എണ്ണം കാണാനുള്ള ഫോർമുലയാണ് ഒരംഗത്തിൻ്റെ ഇരുവശത്തു നിന്നുമുള്ള സ്ഥാനങ്ങളുടെ തുക മൈനസ് 1. ഇവിടെ നമ്മൾക്കറിയാം മുകളിൽ നിന്നും ഇരുവശത്തു നിന്നുമുള്ള സ്ഥാനങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് 10ാമതും താഴെ നിന്ന് 20ാമതും. അതിൻ്റെ തുകയാണ് എഴുതേണ്ടത്. 10 പ്ലസ് 20 മൈനസ് 1. 10 പ്ലസ് 20 എന്ന് പറയുമ്പോൾ 30 മൈനസ് 1, ആൻസർ 29 എന്ന് കിട്ടും. ഈ 2 ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ സെക്ഷൻ പറഞ്ഞതുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഇതും സിമ്പിളാണ്. മാത്സ് അറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 60 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അനുദയുടെ റാങ്ക് മുന്നിൽ നിന്നും 16, ശരത്തിൻ്റെ റാങ്ക് പിന്നിൽ നിന്നും 35 ആയാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള വിവരം ആകെ 60 കുട്ടികളുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് അനിതയുടെ റാങ്ക് മുന്നിൽ നിന്ന് 16, ശരത്തിൻ്റെ റാങ്ക് പിന്നിൽ നിന്നും 35. അപ്പോൾ അനിതയുടെ മുന്നിൽ നിന്ന് 16, ശരത്തിൻ്റെ റാങ്ക്
പിന്നിൽ നിന്ന് 35. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് ആദ്യം ഒരു ലൈനിൽ ഒരു നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. അനിത എവിടെയാണ് നിൽക്കുന്നത്? 16ാമതായിട്ട്. ഇപ്പോൾ ഇതാണ് ഫ്രണ്ടിലേക്ക് ഉള്ള സൈഡിൽ നിന്ന് സങ്കല്പിച്ചാൽ അനിത ഇവിടെ നിന്ന് 16ാമതായിട്ടാണ് അനിത നിൽക്കുന്നത്. അതുപോലെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ശരത്ത് പിന്നിൽ നിന്ന് 35. ശരത്ത് എവിടെയാണ് നിൽക്കുന്നത്? ഈ ലൈനിൽ തന്നെ പിന്നിൽ നിന്ന് 35ാമതായി എവിടെയോ ശരത്ത് നിൽക്കുന്നു. നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത് ഇവർക്കിടയിൽ എത്ര പേരുണ്ട്. ഇവർക്കിടയിൽ എത്ര പേരുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കുട്ടികളുണ്ട് എന്നതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം അറിയാം, മൊത്തം 60 കുട്ടികളുണ്ട്. അനിത നിൽക്കുന്നത് 16ാമത്, ശരത്ത് നിൽക്കുന്നത് പിന്നിൽ നിന്ന് 35ാമത്. ഈ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾക്കറിയില്ല, നമ്മളൊരു n എന്നെന്തെങ്കിലും സങ്കല്പിക്കുക. അപ്പോൾ ഇത് മൂന്നും നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ ടോട്ടലായ 60 കിട്ടണം. അതാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അനിതയുടെ റാങ്ക് തന്നിട്ടുണ്ട്, ശരത്തിൻ്റെ റാങ്ക് തന്നിട്ടുണ്ട്. ഇവർക്കിടയിൽ എത്ര പേരുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആകെയുള്ള കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഇതൊന്ന് വരച്ച് നോക്കിയാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ആകെ കുട്ടികളെ എന്ന് പറയുമ്പോൾ 60ആണ്. ഇത് നമ്മൾക്ക് ഈ 3 പാർട്ട് കൂട്ടിയാലും ഈ 60 ആകെ ഉള്ള 60 നമ്മൾക്ക് കിട്ടണം. 16 പ്ലസ് ഇവരുടെ അനിതയുടെയും ശരത്തിൻ്റെയും ഇടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് നമുക്കറിയില്ല, അത് നമ്മളൊരു n എന്ന് കൊടുക്കുക. പ്ലസ് ശരത്ത് 35. ഇത് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? n അവിടെ നിൽക്കട്ടെ. n പ്ലസ് 51 എന്ന് കിട്ടും. 35 പ്ലസ് 16 51. n കണ്ടുപിടിക്കാൻ 60ൽ നിന്ന് ഈ 51 മൈനസ് ചെയ്യുക. ആൻസർ 9 എന്ന് കിട്ടും. ഇത് 9 ആണ്. അനിതയുടെയും ശരത്തിൻ്റെയും ഇടയിൽ 9 പേരുണ്ട് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അനിതയുടെയും ശരത്തിൻ്റെയും നേരത്തെയുള്ള ക്വസ്റ്റ്യനിലെല്ലാം ഒരേ ആളുകളുടെ റാങ്കാണ് തന്നിരുന്നത്. പക്ഷേ ഇവിടെ ആകെ കുട്ടികൾ തന്നിട്ടുണ്ട്, പക്ഷേ അനിതയുടെ റാങ്കും ശരത്തിൻ്റെ റാങ്കും രണ്ട് വേറെ വേറെ റാങ്കുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ഫോമുലകളിലൊന്നും നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വരച്ച് നോക്കി എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് ആദ്യം മാർക്ക് ചെയ്യുക. ആകെ കുട്ടികൾ 60 ഉണ്ട്. അനിത 16ാമതായിട്ടാണ് നിൽക്കുന്നത്. ശരത്ത് 35ാമതായിട്ടാണ് നിൽക്കുന്നത്. അനിതയുടെയും ശരത്തിൻ്റെയും ഇടയിൽ എത്ര കുട്ടികളുണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. അത് നമ്മളൊരു n എന്ന് കൊടുത്തു. ഈ 16ഉം n-ഉം 35ഉം പ്ലസ് ചെയ്താൽ നമുക്ക് ടോട്ടലായ 60 കിട്ടണം. അതിൽ നിന്ന് n-ൻ്റെ വാല്യൂ സോൾവ് ചെയ്തെടുത്തു. ഇതാണ് ആൻസറായി വരുന്നത്. 9 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെയുള്ള വേറെ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.